നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാനും ഏറ്റെടുത്ത കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുവാനും ഈ മാസം സാധിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതുവരെ നേരിട്ടിരുന്ന തടസ്സങ്ങൾ മുഴുവൻ തന്നെ മാറിക്കിട്ടുന്നതാണ്. അരിഷ്ടതകൾ അകലുന്നതിനും ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനുമുള്ള കാര്യങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാനായി സാധിക്കുന്നു. വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പുരോഗതിയുണ്ടാകും. ഫലം അനുകൂലമായി വരികയും ചെയ്യുന്നു. സർക്കാർ ജോലി കാത്തിരിക്കുന്നവർക്കും അനുകൂലമായ മാസമാണിത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ബന്ധുമിത്രാദികളുടെ കുടുംബങ്ങൾ സന്ദർശിക്കുവാനുമുള്ള അവസരങ്ങൾ കാണുന്നു. ഭൂമി കച്ചവടത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. പുതിയ തീരുമാനങ്ങൾ വിജയകരമായി നടപ്പിലാക്കുവാനും വിജയിക്കുവാനും സാധിക്കുന്നു. എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നന്ന്. അനാവശ്യമായ ആരോപണങ്ങൾ മൂലം മനസ്സ് വേദനിക്കുന്നതിന് സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പുലർത്താത്തതിനാൽ സംഭവിക്കാവുന്ന നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നു. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ചെറിയ ചില അലോസരങ്ങൾ നേരിട്ടേക്കാം. ബാങ്ക്, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് മുന്നറിയിപ്പുകൾക്ക് സാധ്യതയുണ്ട്. മെയ് മാസം പകുതിയോടെ തന്നെ നിങ്ങൾക്ക് ധനപരമായ പുരോഗതിയും ഈ താൽക്കാലികമായ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ്. കൂടാതെ മെയ് 20 കഴിഞ്ഞാൽ ബന്ധുജനങ്ങൾ ശത്രുക്കളോടെന്ന പോലെ പെരുമാറിയേക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ബന്ധുക്കളുടെ എതിർപ്പ് ആദ്യം പ്രകടമാകുമെങ്കിലും അതെല്ലാം മറികടന്ന് നിങ്ങൾക്ക് ഇഷ്ടകാര്യസിദ്ധി കാണുന്നുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്ര അത്യാവശ്യമായി വരുന്നു. സമാന്തര കച്ചവടത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇരുചക്രവാഹന യാത്രകളിൽ അപകട സാധ്യത ഈ മാസം കാണുന്നതിനാൽ വളരെ ശ്രദ്ധിക്കുന്നത് അഭിലഷണീയം. ധനച്ചിലവ് വർദ്ധിക്കുവാൻ സാധ്യതയുള്ളൊരു മാസമാണിത്. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതിന്, അതുമല്ലെങ്കിൽ പുതിയ ഗൃഹപ്രവേശം നടത്തുവാനും സാധിച്ചേക്കാം. കല, കായിക രംഗങ്ങളിൽ, സിനിമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി നേടാനാകുന്നു. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാനായി സാധിക്കുന്നു. ഉല്ലാസയാത്രകൾക്കുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാസാവസാനം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തനം നടത്തുന്നതിനാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ശകാരം കേൾക്കുന്നതിന് സാധ്യതയുണ്ട്. ജോലിയിൽ തുടരുന്നവർക്ക്, തുടർ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ പഠന പദ്ധതികളിൽ ഭാഗമാകുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. നിങ്ങൾക്ക് ഈ മെയ് മാസം അപ്രതീക്ഷിത സ്രോതസ്സിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹിതർക്ക് സന്താനങ്ങളാൽ മാനസികമായുള്ള സന്തോഷം മാസാവസാനത്തോടെ കരഗതമാകുന്നു. ഇനി സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള പുതിയ ഭാഗ്യാനുഭവങ്ങൾ വരുന്ന മാസമാണിത്. ഈ മാസം 20 കഴിഞ്ഞാൽ, മെയ് മാസം 20 കഴിഞ്ഞാൽ അവരുടെ കർമ്മരംഗങ്ങളിൽ പുതിയ അവസരങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും നേടുവാനുള്ള സാധ്യത വളരെയധികം കാണുന്നു. നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടപ്പിൽ വരുത്താനാകുന്ന മാസമാണ് മെയ്. 9, 18, 27 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അശ്വതി, രോഹിണി, പൂയം, മകം, ഉത്രം, ചിത്തിര, അത്തം, ചോതി, അനിഴം, തിരുവോണം, ചതയം, മൂലം എന്നീ നക്ഷത്രങ്ങളാണ് മകയിരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ടു തന്നെ സൗഹൃദത്തിലും പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്രക്കാരെ ചേർക്കാവുന്നതാണ്. 9 ആണ് മകയിരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. ചുവപ്പ്, ഓറഞ്ച് എന്നിവയാണ് ഭാഗ്യനിറങ്ങൾ. ചൊവ്വാഴ്ച ദിവസം മകയിരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി
നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. മാസപ്പിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നത് ഗുണം ചെയ്യുന്നു. മാസത്തിലെ ശനിയാഴ്ച തോറും ശാസ്താക്ഷേത്രത്തിൽ പാനകം കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൊഴുത് അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് എല്ലാതരം ദോഷപരിഹാരങ്ങൾക്കും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുന്നു. ജാതിമത ഭേദമന്യേ ഉത്തമ ദിവസങ്ങളിൽ അവരവരുടെ ആരാധനാലയങ്ങളിൽ സന്ദർശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറെ ഗുണം പ്രദാനം ചെയ്യുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.